സ്ക്രീൻ ഓക്കെ അല്ലേ? ഓക്കെ ആണ്. മൂവ് ചെയ്യണതൊക്കെ അറിയണില്ലേ? എന്തെങ്കിലും ഡിലേ വരുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റെയറിൻ്റെ ക്ലാസിഫിക്കേഷനാണ് എടുത്തത് അല്ലേ? ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റെയർ ഞാൻ പറഞ്ഞിരുന്നു, ചോദ്യം നമുക്ക് ഉണ്ടായിരിക്കും, ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൊന്നാമത്തെ നമ്മൾ പറഞ്ഞു സ്ട്രെയിറ്റ് സ്റ്റെയർ പറഞ്ഞു. രണ്ടാമത്തെ ഏതായിരുന്നു? ടേണിങ് സ്റ്റെയർ. അതിൽ തന്നെ നമ്മൾ ക്വാർട്ടർ ടേണും ഹാഫ് ടേണ് എന്ന് പറഞ്ഞിട്ട് ജോമെട്രിക്കൽ ടേണിംഗ് എന്ന് പറഞ്ഞിട്ട് ഈ ടേണിങ്ങിൽ തന്നെ ഒരു 6 ടൈപ്പ് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ സർക്കുലർ ഓർ ഹെലിക്കൽ ടൈപ്പ് സ്റ്റെയറുകൾ, അതുപോലെ തന്നെ ബിഫർക്കേറ്റഡ് സ്റ്റെയറുകൾ. ബിഫർക്കേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് പോയിട്ട് രണ്ട് സൈഡിലേക്കും കയറി പോകുന്ന ടൈപ്പ് അല്ലേ? അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്ലാനുകൾ, ഈ പേരുകൾ പറയുമ്പോൾ തന്നെ ഇതിൻ്റെ പ്ലാനുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. എന്നിട്ട് അതാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഹാഫ് ടേൺ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹാഫ് ടേണിൽ ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്പൺ ന്യൂവൽ സ്റ്റെയർ നിങ്ങൾക്ക് വരയ്ക്കാം. ജോമെട്രി വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഏതാണോ ചെയ്യാൻ പറ്റുന്നത് അതിലേക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക കേട്ടോ. അതായത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഏതാണോ വരയ്ക്കാൻ പറ്റും, ഞാൻ അങ്ങനെ പറയുന്നത് നോക്കണ്ട, നിങ്ങൾക്ക് ഏതാണോ എളുപ്പത്തിൽ ഒരു അഞ്ചെണ്ണം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് നിങ്ങൾക്ക് പറ്റുമോ അതിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക കേട്ടോ. പക്ഷേ ഈ ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ ഒക്കെ കോമൺ ആയതുകൊണ്ട് അത് നമ്മൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മൾ ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് സ്റ്റെയർ നിർമ്മാണ വസ്തുക്കൾ അല്ലേ, മെറ്റീരിയൽസിനെ കുറിച്ച്. ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. സ്റ്റെയർ നിർമ്മാണത്തിൽ സാധാരണയായിട്ട് താഴെ പറയുന്ന മെറ്റീരിയൽസുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അതെന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതിലൊന്നാമത്തെയാണ് എന്ത്? സ്റ്റോൺ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടിമ്പർ. മൂന്നാമത്തെ ബ്രിക്ക്. നാലാമത്തെ മെറ്റൽസ്. അഞ്ചാമത്തെ RCC. ഇങ്ങനെ 5 രീതിയിൽ 5 ഇതാണ് മെറ്റീരിയൽസിനെ നമ്മൾ ബേസ്ഡ് ആയിട്ട് നമ്മളിതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയലിനനുസരിച്ച്. നമുക്ക് നോക്കാം. ഒന്നാമത് പറയുന്നത് എന്താണ്? കല്ലുകൊണ്ട് അല്ലേ, സ്റ്റോൺ ഉപയോഗിച്ചിട്ട് നമ്മൾ പണിയുന്ന സ്റ്റെയറുകൾ. അപ്പോൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് വായിച്ച് ഇതൊക്കെ എന്താണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ പോലും നമ്മളത് എന്താ പറയുക, നമുക്കത് സിലബസിലുള്ളത് കൊണ്ട് നമ്മളത് പറഞ്ഞ് അങ്ങ് പോവാണ് കേട്ടോ. ഈ തരം ബലം കൂടിയ സ്റ്റെയറുകൾ നിർമ്മിക്കാനായിട്ട് ഉറപ്പുള്ളതും തേയ്മാനം സംഭവിക്കാത്തതും അഗ്നിപ്രതിരോധമുള്ളതുമായിട്ടുള്ള ആഷ്ലാർ കല്ലുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. വെയർഹൗസുകൾ വർക്ക്ഷോപ്പുകളിലുമാണ് ഇവ നിർമ്മിക്കുന്നത്. വെയർഹൗസുകളും വർക്ക്ഷോപ്പുകളിലുമാണ് ഇത് ഉപയോഗിക്കുന്നത്. കല്ലുകൊണ്ടുള്ള സ്റ്റെയറുകളെ താഴെ പറയുന്ന വിധം നമുക്ക് തരംതിരിക്കാമെന്ന് പറയുന്നുണ്ട്. റിബേറ്റഡ് ജോയിൻറ്റോട് കൂടിയ റെക്റ്റാങ്കുലർ സ്റ്റെപ്പുകൾ, സ്പാൻഡ്രിൽ സ്റ്റെപ്പുകൾ, ട്രെഡ് റൈസർ സ്റ്റെപ്പുകൾ. അത് ആ കൊടുക്കുന്ന സ്റ്റെപ്പിൻ്റെ ആ ഒരു മോഡൽ അനുസരിച്ചിട്ടാണ് കേട്ടോ ആ പേരുകൾ പറയുന്നത്. സ്പാൻഡ്രില്, അതുപോലെ തന്നെ ട്രെഡ് റൈസർ സ്റ്റെപ്പ്, റിബേറ്റഡ് ജോയിൻ്റ് എന്നൊക്കെ പറയുന്നത് അത് ആ കൊടുക്കുന്ന രീതിക്ക് അനുസരിച്ചിട്ട് പറയുന്ന പേരുകളാണ് അതെല്ലാം. കാൻഡിലിവർ ട്രെഡ് സ്റ്റെപ്പുകൾ, ബിൽഡപ്പ് സ്റ്റെപ്പുകൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത് പറയണത് ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി, കല്ലുകൊണ്ട് പണിയുന്ന സ്റ്റെയറുകൾ. രണ്ടാമത് പറയണതാണ്, അതിൽ തന്നെ ഇതിൻ്റെ ഒരു ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. റിബേറ്റഡ് റെക്റ്റാങ്കുലർ സ്റ്റോൺ സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് വരുന്നത്? സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റെപ്പുകൾ. ഈ ഒരു ടൈപ്പ് സ്റ്റെപ്പിനെയാണ് നമ്മൾ പറയുന്നത് റിബേറ്റഡ് റെക്റ്റാങ്കുലർ സ്റ്റോൺ സ്റ്റെപ്സ് എന്നൊക്കെ. നമ്മൾ ഈ സ്ലോപ്പായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് കൂടുതൽ ഇത്തരത്തിലുള്ള സ്റ്റെപ്പുകൾ നമ്മൾ കൊടുക്കുക. സ്ലോപ്പായിട്ട് ഈ എന്താ പറയുക, തോട്ടങ്ങൾ, അങ്ങനെയുള്ള റബ്ബർ എസ്റ്റേറ്റുകൾ, അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള കല്ലുകൊണ്ട് കെട്ടിയിട്ട് ഇത്തരത്തിലുള്ള സ്റ്റെപ്പുകളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ സ്പാൻഡ്രിൽ സ്റ്റെപ്പുകൾ ഏതാണ്ട് ത്രികോണാകൃതിയിൽ മുറിച്ചിരിക്കും. സോഫിറ്റ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ പ്ലെയിനോ മുറിഞ്ഞ നിലയിലോ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് സ്പാൻഡ്രിൽ, എന്താണ് സോഫിറ്റ്, എന്താണ് സ്പാൻഡ്രിൽ? സ്പാൻഡ്രിൽ എന്നുള്ള വാക്ക് നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ട്. എവിടെയാണ് മുമ്പ് കേട്ടിട്ടുള്ളത് സ്പാൻഡ്രിൽ എന്നുള്ള വാക്ക്? സ്പാൻഡ്രിൽ എന്ന വാക്ക് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അതെവിടെയാ? ആരെങ്കിലും ഒന്ന് ഓണാക്കിയിട്ട് പറഞ്ഞേ, അറിയാവുന്നവർ.
ആർക്കും ഓർമ്മയില്ല? സ്പാൻഡ്രിൽ. ആ യെസ്, ആർച്ചിൽ ഒരു പില്ലറിൽ നിന്ന് 2 ആർച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ക്രൗണുകൾ തമ്മിൽ ഒരു ഇമാജിനറി ലൈൻ ഉണ്ട്. അപ്പോൾ ആ ക്രൗണുകൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ട്രയാങ്കുലർ പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്പാൻഡ്രിൽ എന്ന പേര് പറയുന്നത്. ഓർക്കുന്നുണ്ടോ ഇപ്പോൾ പറഞ്ഞത്? ഒരേ പില്ലറിൽ നിന്ന് 2 ആർച്ചുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 2 ആർച്ചുകൾ കൊടുക്കുമ്പോൾ 2 ആർച്ചിൻ്റെയും ക്രൗണുകൾ തമ്മിൽ ചേർത്ത് വരച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ട്രയാങ്കിൾ രൂപപ്പെടും. ആ ട്രയാങ്കിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പാൻഡ്രിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കാണില്ലേ, സ്പാൻഡ്രിൽ സ്റ്റെപ്പുകൾ ഏതാണ്ട് ത്രികോണാകൃതിയിൽ മുറിച്ചിരിക്കും. അപ്പോൾ സ്പാൻഡ്രിൽ സ്റ്റെപ്പുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് ത്രികോണാകൃതിയിലാണ്. അതാണ് സ്പാൻഡ്രിൽ എന്ന വാക്ക് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചത്. മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഓർമ്മിപ്പിക്കുക. സ്പാൻഡ്രിൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മളൊരു ഒരേ പില്ലറിൽ നിന്ന് 2 ആർച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണേ? അവിടെ ആ 2 ആർച്ചുകളുടെയും ക്രൗണുകൾ തമ്മിൽ ചേർത്ത് വരച്ച് കഴിഞ്ഞാൽ, ക്രൗൺ എന്ന് പറഞ്ഞാൽ എന്താ? ആർച്ചിൻ്റെ ഏറ്റവും മുകളിലുള്ള ടോപ്പ് പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്രൗൺ എന്ന് പറയുന്നത്. ടോപ്പ് പോയിന്റിനെയാണ് നമ്മൾ ക്രൗൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ ടോപ്പ് പോയിന്റുകൾ, 2 ആർച്ചിൻ്റെ ടോപ്പ് പോയിന്റുകൾ തമ്മിൽ ചേർത്ത് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് കിട്ടും? ഒരു ട്രയാങ്കിൾ രൂപപ്പെടും. ഈ ട്രയാങ്കിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പാൻഡ്രിൽ എന്ന് പറയുന്നത്. ഇനി അതിൽ പറയുന്ന മറ്റൊരു വാക്കാണ് സോഫിറ്റ്. ഇതിൻ്റെ സോഫിറ്റ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ പ്ലെയിനോ അല്ലെങ്കിൽ മുറിഞ്ഞ അവസ്ഥയിലോ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് മുകളിൽ കാണിച്ചിട്ടുള്ളത് പ്ലെയിൻ സോഫിറ്റാണ്. എന്താണ് അപ്പോൾ സോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോഫിറ്റ് എന്നുള്ള വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്റ്റെയറിലും പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ആർച്ചിലും പഠിച്ചിട്ടുണ്ട്. എന്താണ് സോഫിറ്റ്? ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? എന്തെങ്കിലും ധാരണയുണ്ടോ സോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, സോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർച്ചിനെ ആയിക്കോട്ടെ സ്റ്റെയറിൻ്റെ ആയിക്കോട്ടെ അണ്ടർ സർഫസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഫിറ്റ് എന്ന് പറയുന്നത്. അണ്ടർ സർഫസ്, അതിൻ്റെ അടിഭാഗത്തിനെ പറയുന്ന പേരാണ് എന്ത്? സോഫിറ്റ്. ഇപ്പോൾ ഇവിടെ എന്താ സോഫിറ്റ് എന്ന് പറയുന്ന ചിത്രത്തിൽ? സോഫിറ്റ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ പ്ലെയിനോ അല്ലെങ്കിൽ മുറിഞ്ഞ നിലയിലോ ആയിരിക്കുന്നത്, അതായത് കട്ടിങ്ങോട് കൂടിയിട്ടോ ആയിരിക്കും എന്നാണ് പറയണേ. അതായത് ഇതിൻ്റെ അണ്ടർ സർഫസ്, ഏതിൻ്റെ? ഈ ഇത്തരത്തിലുള്ള സ്റ്റെപ്പിൻ്റെ അണ്ടർ സർഫസ് എന്ന് പറഞ്ഞാൽ കണ്ട, ആദ്യത്തേൽ കൊടുത്തിട്ടുള്ളത് പ്ലെയിൻ സോഫിറ്റ്, അതായത് പ്ലെയിൻ ആയിട്ടാണ് അതിൻ്റെ സർഫസ് ഇങ്ങനെ കൊടുത്തിട്ടിരിക്കുന്നത്. രണ്ടാമത്തേൽ നോക്കിയേ, കുറച്ച് ഒന്ന് ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ടുള്ള രീതിയിലാണ് ഇരിക്കുന്നത് അല്ലേ? ബ്രോക്കൺ സോഫിറ്റ് എന്നുണ്ട്. സ്പാൻഡ്രിൽ സ്റ്റെപ്സ്, അതായത് അടിഭാഗം ഒന്നിങ്ങനെ ഉള്ളിലേക്ക് കയറി നിൽക്കുന്ന പോലെ, ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്ന പോലെ ആയിരിക്കും ഇത്, മുറിഞ്ഞ് നിൽക്കുന്ന പോലെ ആയിരിക്കും ഇത് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ കൊടുക്കുന്നതിന് നമ്മൾ എന്ത് പറയുക? സ്പാൻഡ്രിൽ സ്റ്റെപ്സ് എന്നാണ് നമ്മളിതിനെ പറയുന്നത്. അപ്പോൾ റിബേറ്റഡ് റെക്ടാങ്കുലർ സ്റ്റോൺ സ്റ്റെപ്സ് മുകളിൽ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് പ്ലെയിൻ സോഫിറ്റും അതുപോലെ തന്നെ ബ്രോക്കൺ സോഫിറ്റുമാണ്. സോഫിറ്റ് എന്ന് പറഞ്ഞാൽ അണ്ടർ സർഫസ് ഓഫ് സ്റ്റെയറിൻ്റെ അണ്ടർ സർഫസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഫിറ്റ് എന്ന് പറയുന്നത്. ആർച്ചിൻ്റെയും അണ്ടർ സർഫസിനെ നമ്മൾ സോഫിറ്റ് എന്ന് പറയും. അതുപോലെ തന്നെ ആർച്ചിൻ്റെ ഇന്നർ കർവിനെ നമ്മൾ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാൻ സാധ്യതയുള്ളതാണെന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞതാണ്. ആർച്ചിൻ്റെ ഇന്നർ കർവിനെ നമ്മൾ എന്താ പറയുക? ഇൻട്രഡോസ് എന്ന് പറയും. മറക്കരുതിട്ട്. ആ പാർട്സുകളൊക്കെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എടുത്തൊന്ന് ഒന്ന് മറച്ച് നോക്കണേ. ഓക്കെ, അപ്പോൾ പ്ലെയിൻ സോഫിറ്റും അതുപോലെ തന്നെ ബ്രോക്കൺ സോഫിറ്റും. പിന്നെ സ്പാൻഡ്രിൽ സ്റ്റെപ്പ് വിത്ത് മൗൾഡഡ് സോഫിറ്റ്. അതിൻ്റെ സോഫിറ്റ് മൗൾഡ് ചെയ്തതാണ്. ഏതെങ്കിലും ഒരു മൗൾഡിൽ ഏതെങ്കിലും ഒരു ഷേപ്പിൽ നമ്മളതിനെ ആ മൗൾഡ് കൊടുത്തിട്ട് നമ്മളതിൽ വാർത്തെടുത്തിട്ടുള്ള പോലെയുള്ള സ്റ്റെപ്പുകൾ, അതാണ് സ്പാൻഡ്രിൽ സ്റ്റെപ്പ് വിത്ത് മൗൾഡഡ് സോഫിറ്റ്. അതിൻ്റെ സോഫിറ്റ് എങ്ങനെയായിരിക്കും? മൗൾഡ് ചെയ്തെടുത്തതായിരിക്കും. അതായത് ഇങ്ങനെ നമ്മൾ ഈ ഇത് വെക്കില്ല, അച്ച് വെക്കില്ലേ, അച്ചിനെയാണ് മൗൾഡ് എന്ന് പറയുന്നത്, അത് വെച്ചിട്ട് വാർത്തെടുത്തതായിരിക്കും. പിന്നെ ട്രെഡ് റൈസർ ആൻഡ് റൈസർ സ്റ്റെപ്പ്. ട്രെഡ് ആൻഡ് റൈസർ സ്റ്റെപ്പ്, അതായത് ഇതിങ്ങനെ ട്രെഡും റൈസും മാത്രം കൊടുത്തിട്ട് കൊണ്ടുപോകുന്ന സ്റ്റെപ്പുകൾ, അതായത് മര സ്റ്റെപ്പുകൾ നിർമ്മിക്കുന്നത് പോലെ കല്ലുകൊണ്ട് ട്രെഡും റൈസറും നൽകിയിരിക്കും. ഇവ ഡുവൽ ഉപയോഗിച്ചിട്ടാണ് തമ്മിൽ ബന്ധിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്.
പിന്നെ എന്താണ് പറയുന്നത്, കാൻഡിലിവർ ട്രേഡ് സ്ലാബ് സ്റ്റെപ്പുകൾ, കാൻഡിലിവർ കൊടുത്തിട്ട് നമ്മൾ പണിയുന്ന സ്റ്റെപ്പുകൾ, ഇതൊക്കെ ഇപ്പോൾ ചെയ്യുന്ന സ്റ്റെപ്പ്. ഇത് സ്റ്റോണിൻ്റെയാണ് പറയണത്. ഇപ്പോൾ കാൻഡിലിവർ കൊടുത്തിട്ട് നമ്മൾ RCCയിൽ നമ്മൾ ഇത്തരത്തിലുള്ള സ്റ്റെയറുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ. പിന്നെ ബിൽഡപ്പ് സ്റ്റെപ്പുകൾ, സാധാരണ നമ്മൾ കൊടുക്കുന്ന സ്റ്റെപ്പിനാണ് ബിൽഡപ്പ് സ്റ്റെപ്പുകൾ. സാധാരണ നമ്മുടെ ഇതുപോലെ കൊടുത്തിരിക്കുന്നത് സ്റ്റെപ്പുകൾ കൊടുക്കുന്ന പോലെ തന്നെയാണ്. പിന്നെ മരം കൊണ്ടുള്ള സ്റ്റെപ്പ്, അഞ്ചാമത് പറഞ്ഞത് ആ മരം കൊണ്ടുള്ള സ്റ്റെപ്പുകൾ. അത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ, നല്ല വുഡ് ഉപയോഗിക്കണം അല്ലേ. അത് ക്ലാരിറ്റി പോകുന്നുണ്ട്. ഓ, ഇതിൽ പേജ് നമ്പർ 187 എടുക്കും, ക്ലാരിറ്റി ഇല്ല. അപ്പോൾ മരം കൊണ്ടുള്ള സ്റ്റെപ്പുകൾ അതിലെങ്ങനെയാണ് പറയണത്, ഭാരം കുറഞ്ഞതും നിർമ്മിക്കാൻ എളുപ്പമുള്ളതും ആയതിനാൽ വീടുകളിൽ മരത്തിൽ നിർമ്മിച്ച സ്റ്റെയറുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ആദ്യമൊക്കെ കൂടുതലും മരത്തിൻ്റെ സ്റ്റെയറുകൾ തന്നെയാണല്ലേ ഉപയോഗിക്കാറ്. അപ്പം അത് കൊടുക്കുന്ന സെയിം നമ്മൾ എന്താ പറയുക, ടിമ്പറിൻ്റെ സ്റ്റെയർ ആണെങ്കിലും നമ്മൾ ആ ഭാഗങ്ങൾക്കൊക്കെ പറയുന്നത് സെയിം പേരുകളാണ് പറയുന്നത്. സെയിം പേരുകളാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ കോൺക്രീറ്റ് ആയാലും RCC ആയാലും മറ്റേ വുഡായാലും മെറ്റലായാലും ഏത് ടൈപ്പ് മെറ്റീരിയൽസ് നമ്മൾ ഉപയോഗിച്ചാലും അതിൻ്റെ പാർട്സുകൾക്കൊന്നും ചേഞ്ച് ഇല്ല കേട്ടോ. ഒക്കെ സെയിം പാർട്സുകൾ തന്നെയാണ്. അതതിൻ്റെ ചിത്രത്തിൽ താഴെ അവർ വരച്ചിട്ട് അതിൻ്റെ ഭാഗങ്ങളൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇഷ്ടിക കൊണ്ടുണ്ടാക്കുന്ന സ്റ്റെയർ ഉണ്ട്. എന്താ പറയുക, കൂടുതൽ അത്ര അങ്ങോട്ട് ഇഷ്ടിക കൊണ്ട് നമ്മൾ അങ്ങനെ സാധാരണ നമ്മൾ വീടുകളിലേക്ക് കയറാനുള്ള സ്റ്റെപ്പുകളൊക്കെയാണ് സാധാരണ നമ്മളങ്ങനെ കൊടുക്കുക. വീടിൻ്റെ അകത്ത് നമ്മൾ ഇഷ്ടിക കൊണ്ടുള്ള സ്റ്റെയറുകൾ കൊടുക്കൽ വളരെ അപൂർവമാണ്, കൊടുക്കാറില്ല പൊതുവെ. പിന്നെ വേണ്ടത് മെറ്റൽ സ്റ്റെയറുകളാണ്. നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്കറിയാം, കാസ്റ്റ് അയൺ അല്ലെങ്കിൽ മൈൽഡ് സ്റ്റീൽ നിർമ്മിതമായ അഗ്നിപ്രതിരോധമുള്ള ലോഹ സ്റ്റെയർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്താ പറയുക, റെസിസ്റ്റ് ചെയ്യണ തരത്തിലുള്ള സ്റ്റെയർ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, മെറ്റീരിയൽസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഫാക്ടറി, വർക്ക്ഷോപ്പ്, ഗോഡൗൺ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ എമർജൻസി സ്റ്റെയറായിട്ട് നമ്മൾ ബാക്കിലും ഇതൊക്കെ കൊടുക്കാറുണ്ട്. പെട്ടെന്ന് എമർജൻസി സ്റ്റെയർ പോലെ എന്തെങ്കിലും അപകടങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇറങ്ങി പോകാനുള്ള ഒരു എന്താ പറയുക, എമർജൻസി എക്സിറ്റ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനത്തെ കൊടുക്കാറുണ്ട്. പിന്നെ ഇതിൽ സ്ട്രിങ് ചാനൽ സെക്ഷൻസ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ നമുക്കറിയാം ഇത് റിവെറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ വെൽഡ് ചെയ്തിട്ട് ഇത് കണക്ട് ചെയ്തിട്ടാണ്. ഇത് ആംഗിളും ട്രെഡും റൈസൊക്കെ ആംഗിൾ കൊടുത്തിട്ടൊക്കെയാണ് നമ്മൾ ഈ ട്രെഡും റൈസും ഒക്കെ കൊടുത്ത് അതിനെ താങ്ങി നിർത്തി. അതുപോലെ തന്നെ ബാലിസ്റ്ററും ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് പല രീതിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. മെറ്റൽ സ്റ്റെയറുകൾ കൂടുതലും നമുക്ക് മറ്റേ സർക്കുലർ സ്റ്റെയറും അല്ലെങ്കിൽ സ്പെരിക്കൽ സ്റ്റെയറുകളൊക്കെയാണ് നമ്മൾ കൂടുതലും മെറ്റലായിട്ട് നമ്മൾ കൊടുക്കുന്നത് അല്ലേ.
കൂടുതൽ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. നമ്മൾ അത്തരം സ്റ്റെയറുകൾ കൊടുക്കുമ്പോഴാണ് ഈ മെറ്റൽസ് നമ്മൾ യൂസ് ചെയ്യണത് കണ്ടിട്ടുള്ളത്. പിന്നെ വരുന്നതാണ് RCC സ്റ്റെയർ. അത് തേയ്മാനം സംഭവിക്കാത്തതും ഇതുപോലെ തന്നെ ഫയർ റെസിസ്റ്റൻസ് ഉള്ളതും അതുപോലെ തന്നെ നമുക്കിത് എന്താ പറയുക മെയിൻ്റനൻസ് ചെയ്യാനൊക്കെ മെയിൻ്റനൻസ് ചിലവ് അധികം വരാത്തതുമായിട്ടുള്ള, എന്നാൽ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും അല്ലേ. ഇത് അങ്ങനെയുള്ള സ്റ്റെയറാണ് RCC സ്റ്റെയർ എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ RCC സ്റ്റെയർ ആണ് നമ്മൾ കൂടുതലായിട്ട് പൊതുവേ നമ്മൾ കൊടുക്കുന്നത് ബിൽഡിങ്ങുകളിലായാലും വീടുകളിലായാലും ഒക്കെ. ഇപ്പോൾ സ്റ്റെപ്പുകൾക്ക് ഭംഗി വരുത്താനായിട്ട് നമ്മൾ അതിൽ എന്ത് കൊടുക്കാറുണ്ട്, മാർബിളോ അല്ലെങ്കിൽ ടൈലോ അങ്ങനെയുള്ള മറ്റേതെങ്കിലും മെറ്റീരിയൽസ് നമ്മൾ അതിൻ്റെ കൂടെ നമ്മൾ കൊടുക്കാറുണ്ട്, കൂടുതൽ ഒരു അട്രാക്ഷൻ കിട്ടാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ പല ഇത്ര തന്നെ. പിന്നെ RCC കാൻഡിലിവർ സ്റ്റെയർ, അതിൽ തന്നെ RCC സ്റ്റെയറിൽ തന്നെ കാൻഡിലിവർ സ്റ്റെയറുകളുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് സ്റ്റെയർ മെറ്റീരിയൽസിനെ കുറിച്ച് പറയാനുള്ളത്. സാധാരണ തന്നെ എന്തൊക്കെയാണ്, സ്റ്റോണ്, ബ്രിക്ക്, അതുപോലെ തന്നെ RCC, മെറ്റൽ, പിന്നെന്താ വുഡ് അല്ലേ. ഇത്രയും 5 ടൈപ്പ് മെറ്റീരിയൽസാണ് നമ്മളോട് പറയുന്നത്. ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താ സ്റ്റെപ്പ് ഉണ്ടാക്കുന്നതിന് മെറ്റീരിയൽസിനെ കുറിച്ച് 5 ടൈപ്പ് മെറ്റീരിയൽസിനെ കുറിച്ചാണ്. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ആ ചോദ്യം നമുക്ക് ഇതുവരെ അങ്ങനെ പ്രത്യക്ഷത്തിൽ വന്നിട്ടില്ല, പക്ഷെ നമുക്കതിനെ തള്ളിക്കളയാനും പറ്റില്ല, അങ്ങനെ ചോദ്യം ചോദിക്കില്ല എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഉത്തരമൊക്കെ നമുക്ക് അതെന്താണെന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൽ ഓർമ്മയിൽ നിൽക്കാൻ പറ്റാത്തതായിട്ടുള്ള വാക്കുകൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പാർട്സുകളാണ് നിങ്ങൾക്ക് ഓർമ്മയിൽ വരാതിരിക്കുക. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലുമൊക്കെ എഴുതാം. അതായത് ക്ലാസിഫിക്കേഷൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അത് കവർ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഭാഗങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് ആ ഭാഗം ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ പറ്റണം. അപ്പോൾ അത് എന്തായാലും ഈ ആർച്ച്, ഡോറ്, വിൻഡോ ഇതിന് ഭാഗത്തുനിന്ന് എന്തായാലും 4-5 ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടായിരിക്കും. ഇപ്പോൾ 20 മാർക്ക് ഇതിന്ന് കിട്ടിയ ഒരു 4-5 മാർക്ക് ശരിയായി, 1 വേർഡ് ശരിയായാലും നമ്മൾ പാസ്സായി പോകും. മനസ്സിലായോ? അപ്പോൾ എന്തായാലും ഈ ഭാഗത്തുനിന്നൊരു 4-5 ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ആർച്ച് മുതൽ പറഞ്ഞ ഡോറ്, വിൻഡോ, അതുപോലെ തന്നെ സ്റ്റെയർ, ഇനി അടുത്തത് പറയാൻ പോകുന്ന റൂഫ്, ഇതിലടക്കം നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം, പാർട്സുകൾ. അപ്പോൾ ഈ ഓരോന്നും എടുത്ത് പോകുമ്പോൾ നമുക്ക് ഈ പാർട്സുകൾ, ഇപ്പോൾ പേരുകൾ പറയുമ്പോൾ മറന്നു പോകുന്നത് എന്തുകൊണ്ട് വെച്ചാൽ നമുക്കത് ആ പിക്ചറുമായിട്ട് നമുക്കൊരു കണക്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ആ പിക്ചർ നോക്കി പഠിക്കാനാണ് ഞാനത് നിങ്ങളോട് പറയുന്നത്. ഇപ്പോൾ ആർച്ചായാലും സ്റ്റെയർ ആയാലും ആ പിക്ചർ നോക്കി മനസ്സിലാക്കുക. അപ്പോൾ സ്റ്റെയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, സ്റ്റെയർ കയറിപ്പോകുന്ന ആ ഒരു വ്യൂ നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ, ഒരു എലിവേഷൻ വ്യൂ, അല്ലെങ്കിൽ സൈഡ് വ്യൂ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇന്ന ഭാഗമാണ് ഇന്നതാണെന്നുള്ളത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ തന്നെയാണ് ഡോറിൻ്റെ ഭാഗങ്ങൾ. അതിന് മെയിനായിട്ട് 2 ഭാഗങ്ങളാക്കിയിട്ടുണ്ട്, ഷട്ടറും ഫ്രെയിമും. ഷട്ടറിൽ വരും, അതിനിങ്ങനെ എടുത്ത് ഞാനത് പറഞ്ഞു തന്നത്. ഷട്ടറിൽ ഇത്ര ഭാഗങ്ങൾ വരുന്നുണ്ട്, ഫ്രെയിമിൽ ഇത്ര ഭാഗങ്ങൾ വരുന്നുണ്ടെന്നൊക്കെ നമ്മളത് കൃത്യമായിട്ട് നമ്മളത് ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതുപോലെ തന്നെയാണ് ആർച്ച് ഒരു ആർച്ചാണെന്നുണ്ടെങ്കിൽ പോലും അതിന് ഇഷ്ടംപോലെ ഭാഗങ്ങളുണ്ട് അല്ലേ. അത് നമ്മൾ കേൾക്കാത്ത പേരുകൾ, പുതിയ വാക്കുകളൊക്കെ ഉണ്ട്. ഈ നേരത്തെ പറഞ്ഞ പോലെ സ്പാൻഡ്രിൽ, അതുപോലെ തന്നെ ഹോഞ്ച്, അതുപോലെ തന്നെ ഹോഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്, നമ്മുടെ ആർച്ചിൻ്റെ ഒരു ഹാഫ് പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹോഞ്ച് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതുപോലെയുള്ള പുതിയ വാക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ആ ഫിഗർ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയണം. അപ്പോൾ ഒരു ആർച്ച് എന്ന് പറയുമ്പോൾ ഒരു ആർച്ചിൻ്റെ രൂപം തന്നെ നമ്മുടെ മനസ്സിൽ വരണം, എന്നിട്ട് അതിൻ്റെ ഭാഗങ്ങളും വരണം. അങ്ങനെ നിങ്ങൾ അതിൻ്റെ ഭാഗങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. എന്നാലേ നമുക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആർച്ച്, ഡോറ്, വിൻഡോ, സ്റ്റെയർ, ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം കേട്ടോ. എന്നാലാണ് റൂഫ് തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ അതൊക്കെ മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോകും. പിന്നെ നമുക്കിതിൽ മുമ്പ് പറഞ്ഞപ്പോൾ ഇതിൻ്റെ പാർട്സുകൾ പറഞ്ഞ സമയത്ത് ആ പേജിൽ ഒരു ഇത് കിടക്കുന്നുണ്ട്. അതായത് സ്റ്റെയറിൻ്റെ അളവുകളൊക്കെ കിടക്കുന്നുണ്ട്. നമുക്ക് സ്റ്റെയർ വഴി അതിൻ്റെ ഓരോ അളവ് നമ്മൾ ഓരോ പർപ്പസ് അനുസരിച്ചിട്ടാണ് ഇപ്പോൾ നമ്മളതൊക്കെ കൊടുക്കുന്നത്. വീടിനെ ഡിസൈൻ ചെയ്യുന്ന ആ ഒരു ഇതിനനുസരിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ സ്റ്റെയറിൻ്റെ നീളം വീതിയൊക്കെ കൊടുക്കുന്നത് അല്ലേ, സ്റ്റെപ്പിൻ്റെ. പക്ഷെ നമുക്കതിൻ്റെ കുറച്ച് അളവുകളൊക്കെ ഉണ്ട്, നമുക്ക് കറക്റ്റായിട്ട് എങ്ങനെയാണ് അത് ചെയ്യണേന്നുള്ളത്. ഇതിലിട്ടിട്ടുണ്ടോ നോക്കട്ടെ, ഇതിലില്ല, അതിന് മുമ്പ് ഇട്ട PDF-ൽ അതിൻ്റെ മെഷർമെൻറ്റ്സുകൾ വരുന്നുണ്ട്. സ്റ്റെയറിൻ്റെ അളവുകൾ എന്ന് പറഞ്ഞിട്ട് ഇതിൽ നമുക്കത് വരുന്നുണ്ട്.
അതായത് ഓരോന്നിനും കൊടുക്കേണ്ട അളവുകൾ എത്രയാണ് നമ്മൾ, പക്ഷെ അത് റൂൾ അനുസരിച്ചിട്ടാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. ഇപ്പൊക്കെ എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പർപ്പസ് അനുസരിച്ചിട്ടാണ് ഇപ്പൊക്കെ വരുന്നത്. അതിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഗോയിങ്ങിൻ്റെ അളവ് എത്ര വരണം, 60 സെൻറ്റിമീറ്റർ റൈസ് 2 ഇൻറ്റു റൈസ് ഇൻ സെൻറ്റിമീറ്റർ, ഗോയിങ് ഇൻ സെൻറ്റിമീറ്റർ 60 സെൻറ്റിമീറ്റർ, സെൻറ്റിമീറ്ററിലാണ് അത് വരുന്നത് അതിൻ്റെ അളവുകൾ. റൈസ് പ്ലസ് ഗോയിങ് 40 മുതൽ 45 വരെ കൊടുക്കാം. അതുപോലെ തന്നെ മില്ലിമീറ്ററിലാണ് കൊടുത്ത് 400 ടു 450 എന്നുള്ളത് അത് കൊടുക്കുക. പിന്നെ ഗോയിങ് സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ ആണ്. റൈസിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത് 14 സെൻറ്റിമീറ്റർ ആണ്. ഗോയിങ്ങിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോയിങ് എന്ന് പറഞ്ഞാൽ ഏത് തൊട്ട് ഏത് വരെയുള്ള ഭാഗമാണെന്നറിയോ? അതായത് നമ്മുടെ സ്റ്റെപ്പിൻ്റെ ട്രെഡില്ലേ, അതായത് കാല് വയ്ക്കുന്ന ഭാഗത്തിൽ നമ്മൾ ആ റൈസിൽ നിന്ന് കുറച്ച് ഭാഗം നമ്മൾ സ്റ്റെപ്പ് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കില്ലേ, ഓർക്കുന്നുണ്ടോ? ഇതിനെ അതാണ് നമ്മുടെ ഗോയിങ് എന്ന് പറയുന്നത്. മറ്റേത് നോസിങ് ആണ്. അതായത് നമ്മൾ കാല് വയ്ക്കുന്ന ഭാഗം ഒരു സ്റ്റെപ്പിൻ്റെ ഈ എൻഡ് മുതൽ ഈ മറ്റേ സ്റ്റെപ്പിൻ്റെ ഈ എൻഡ് വരെയുള്ള ഈ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗോയിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഗോയിങ്ങും ബാക്കി പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗം എന്താണ്, നോസിങ് ആണ്. അപ്പോൾ ഗോയിങ്, നോസിങ് അത് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ സാധാരണ ഗോയിങ്ങിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത് എത്രയാണ്, 30. അവിടെയാണ് നമ്മൾ നമ്മുടെ കാല് കറക്റ്റായിട്ട് കൊണ്ടുവയ്ക്കുന്നത് അല്ലേ. അപ്പോൾ ഒരടിയാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് നമ്മളോട് പറയുന്നത്. ഇനി അതുപോലെ തന്നെ അതിൻ്റെ റൈസർ എന്ന് പറഞ്ഞാൽ മൊത്തം അതിൻ്റെ ഹൈറ്റിനെയാണ് നമ്മൾ മൊത്തം ഹൈറ്റാണ് റൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈ അടിയിലുള്ള ഇത് കാണിച്ചിട്ടുണ്ട്, കണ്ട ഏരോ മാർക്കിട്ട് കാണിച്ചിട്ടുണ്ട് റൈസർ എന്താണെന്നുള്ളത്. നമ്മുടെ ട്രെഡിൻ്റെ അടിയിൽ വരുന്ന ആ ഒരു ഹൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റൈസർ എന്ന് പറയുന്നത്. ട്രെഡും കൂടി വരുമ്പോൾ തിക്നെസ്സും കൂടി വരുമ്പോഴാണ് അത് എന്താവുന്നത്, റൈസ് ആവുന്നത്. ഇവിടെ അത് പ്രത്യേകം നോട്ട് ചെയ്തിട്ടുണ്ട്. റൈസ് എന്ന് പറയുമ്പോൾ ട്രെഡിൻ്റെ തിക്നെസ്സും കൂടിയിട്ടാണ് നമുക്ക് എന്തിൽ വരുന്നത്, റൈസിൽ വരുന്നത്. റൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെഡിൻ്റെ തിക്നെസ് ഒഴിവാക്കിയിട്ട് വരുന്ന ആ ഹൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റൈസർ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ റൈസും റൈസറും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കണം. ഗോയിങ്ങും നോസിങ്ങും രണ്ടും ട്രെഡിൽ വരുന്നത് തന്നെയാണ്. ഈ ഗോയിങ്ങും നോസിങ്ങും എവിടെ വരുന്നതാണ്, ട്രെഡിൽ വരുന്നത് തന്നെയാണ്. പക്ഷേ അത് സാധാരണ ഗോയിങ്ങിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്ററും റൈസിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത് 14 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ 14 മുതൽ 17, 18 വരെയൊക്കെ കൊടുക്കുന്നവരുണ്ട്. പക്ഷേ നമുക്ക് എന്താ പറയുക, കംഫർട്ടായിട്ട് കയറി പോകാൻ പറ്റുന്ന സൈസ് എന്ന് പറയുന്നത് 14 സെൻറ്റിമീറ്ററാണ്. പബ്ലിക് ബിൽഡിങ്ങുകളിലൊക്കെ നമ്മൾ സാധാരണ അത്രയാണ് നമ്മൾ കൊടുക്കാറ്. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ അവർ താഴെ കൊടുത്തിട്ടുണ്ട്. റൈസ് 15 സെൻറ്റിമീറ്റർ, ഗോയിങ് 28. റൈസ് 16 ആണെങ്കിൽ ഗോയിങ് 26. റൈസ് 17 ആണെങ്കിൽ ഗോയിങ് 24. ഇതൊരു എക്സാമ്പിൾ പോലെ കൊടുത്തിട്ടുള്ളതാണത്. വീടുകൾക്കുള്ള അളവ് എത്രയാണ്, അതുപോലെ തന്നെ ഹോസ്പിറ്റലുകൾക്കുള്ള അളവുകൾ ജസ്റ്റ് അതിൻ്റെ ഒരു ഇതനുസരിച്ചിട്ട് നമ്മുടെ പഴയ സിലബസിൽ പഴയ റൂൾ അനുസരിച്ചിട്ട് എഴുതിയിട്ടുള്ളതാണ്. ഇതിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് പ്രാക്ടിക്കൽ ബേസിൽ നിങ്ങൾക്കതിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം. നമ്മളിത് തിയറിക്കലി ആണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. ബാക്കി നമ്മളിതിൽ സ്റ്റെയറിൻ്റെ ഭാഗങ്ങൾ ഇതുപോലെ തന്നെ ഒന്നുകൂടെ ഒന്ന് ഓർമ്മിക്കുക. ലാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കയറിപ്പോൾ ഒരു ഫ്ലൈറ്റ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഫ്ലൈറ്റ് തുടങ്ങുന്നതിന് മുമ്പുള്ള റെസ്റ്റിംഗ് പ്ലേസ് ആണ് എന്ത് പറയുന്നത്, ലാൻഡിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ട്രെഡും റൈസും ചേർന്നതാണ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താ, ബാലുസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ, ഹാൻഡ് റെയിലും സ്റ്റെപ്പിനും തമ്മിൽ കണക്ട് ചെയ്യിക്കുന്ന, നമുക്ക് അപകടങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു പാർട്ടാണ് എന്തെന്ന് പറയുന്നത്, ബാലുസ്റ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹാൻഡ് റെയിലുണ്ട് അല്ലേ, നമ്മൾ 2 ന്യൂവൽ പോസ്റ്റുകൾ തമ്മിൽ കണക്ട് ചെയ്യിക്കുന്നതാണ് എന്ത്, ഹാൻഡ് റെയിൽ. നമുക്ക് എന്തിനാ കൊടുക്കുന്നത്, നമുക്കത് പിടിച്ച് കയറാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് അല്ലേ. പിന്നെ ഈ ഹാൻഡ് റെയിലുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പോസ്റ്റിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ന്യൂവൽ പോസ്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഇതിൻ്റെ അണ്ടർ സർഫസിനെ സോഫിറ്റ് എന്നും അതിൻ്റെ സൈഡിൽ കാണുന്ന ആ ഒരു ഇതിനെ നമ്മൾ വേസ്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. പിന്നെ റൈസർ ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ട്രെഡ് എന്താണെന്നുള്ളത് പറഞ്ഞു. ബാലുസ്റ്റർ, ഹാൻഡ് റെയിൽ, ഗോയിങ് പറഞ്ഞു, നോസിങ്,
സ്കോട്ടിയ എന്ന് പറയുന്നത് നമ്മുടെ റൈസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, റൈസറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റൈസറും ത്രെഡും വെക്കുമ്പോൾ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ അതിനെ ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കോർണറിൽ ആ ഒരു ഇതിൽ ജോയിൻറ്റിൽ കൊടുക്കുന്ന ഒരു സപ്പോർട്ടിനെയാണ് നമ്മൾ സ്കോട്ടിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളൊക്കെ ആ ചിത്രം എങ്ങനെയാണോ മനസ്സിൽ വരുന്നത് അതുപോലെ മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ഫ്ലൈറ്റ്, അതിലില്ലാത്തൊരു വാക്കാണ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് അല്ലേ. ഒരു ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സീരീസ് ഓഫ് സ്റ്റെപ്സ് ആണ് അല്ലേ. നമ്മൾ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് സ്റ്റെപ്പുകളുടെ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. അതിൽ മിനിമം 3 സ്റ്റെപ്പും മാക്സിമം 12 സ്റ്റെപ്പുമാണ് നമ്മൾ ഇതിൽ കൊടുക്കുന്നത്, ഫ്ലൈറ്റിൽ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിൽ ഓർത്ത് വെച്ചിട്ട് ആ പിക്ചർ മനസ്സിൽ വെച്ചിട്ട് നിങ്ങളത് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്കത് ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ ഇപ്പോൾ ഒരു സ്റ്റെപ്പിൻ്റെ ഹൈറ്റ് എണ്ണം കണക്കാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റെപ്പിന് എങ്ങനെ നമുക്ക് കണക്കാക്കാൻ പറ്റും, സ്റ്റെപ്പിൻ്റെ എണ്ണം കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഹൈറ്റ് എടുത്തിട്ട് നമ്മൾ എത്രയാണോ റൈസ് കൊടുക്കുന്നത് ആ റൈസർ കൊണ്ട് നമ്മൾ അതിന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റെപ്പിൻ്റെ എണ്ണം നമുക്ക് കിട്ടും. ഇപ്പോൾ 3 മീറ്ററാണ് ഹൈറ്റ് കൊടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പിൻ്റെ ഹൈറ്റ് നമ്മൾ എത്രയാണ്, റൈസറിൻ്റെ ഹൈറ്റ് നമ്മൾ ഒരു 0.15 15 കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, 3 മീറ്ററിനെ 0.15 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സ്റ്റെപ്പ് കിട്ടും എന്നുള്ളതറിയാം. അപ്പോൾ നമ്മൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ സ്റ്റെപ്പിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം അല്ലേ. ഒരു ഫ്ലൈറ്റിൽ 12 സ്റ്റെപ്പുകളെ പാടുള്ളൂ എന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് എത്ര സ്റ്റെപ്പാണോ നമുക്ക് കിട്ടിയത് അതിനനുസരിച്ച് നമുക്ക് ആ സ്റ്റെപ്പിനെ 12ാമത്തെ സ്റ്റെപ്പിൽ ലാൻഡിങ് കൊടുത്തിട്ട് നെക്സ്റ്റ് ലൈനിലേക്ക് നമുക്ക് ബാക്കിയുള്ളത് കൊടുക്കാം. അതില്ലെങ്കിൽ 3/4 ടേൺ പോലെയാണെങ്കിൽ അങ്ങനെ കൊടുക്കാം, ഹാഫ് ടേൺ ആണെങ്കിൽ അങ്ങനെ, അത് ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് സ്റ്റെയറിൽ മെയിനായിട്ട് വരുന്നത്, സ്റ്റെയറിൻ്റെ ക്ലാസിഫിക്കേഷനും സ്റ്റെയറിൻ്റെ കമ്പോണൻസ് പാർട്സും. ഇതോടുകൂടി നമ്മുടെ സ്റ്റെയർ എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് ഇവിടെ അവസാനിക്കുകയാണ്.